നമ്മെ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയോടെ ഇന്ന് പകൽ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ വലിയ വേദനയുടെ, ആ വലിയ ഞെരുക്കത്തിൻ്റെ, ആ പീഡയുടെ നടുവിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി. അങ്ങനെ അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവർ നിലവിളിച്ചപ്പോൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഞാൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ആ ഒരു പദപ്രയോഗം എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുവാനിടയായി. ദൈവം അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മെയോ നമ്മുടെ സാഹചര്യത്തെയോ നമ്മുടെ ഭാരത്തെയോ വേദനയോ അറിയുവാൻ ലോകത്തിൽ ആരുമുണ്ടായി എന്ന് വരില്ല. പക്ഷേ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ വേദന അറിയുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. നാം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കർത്താവുമായിട്ടുള്ള അവരുടെ യാത്രയിൽ ഭക്ഷിപ്പാൻ പോലും അവർക്ക് സമയമില്ലാതെ ആളുകൾ വന്നും പോയും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അങ്ങനെ വല്ലാതെ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ടിരുന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ. നോക്കിക്കേ, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കൺസേൺ എത്ര വലുതാണ്. ശിഷ്യന്മാരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. അവരുടെ സാഹചര്യങ്ങൾ അറിയുന്ന കർത്താവ് അവരോട് പറയുകയാണ്: നിങ്ങൾ വേറിട്ടിരുന്ന് ഒരല്പം ആശ്വസിച്ചുകൊള്ളുവീൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും പല നിലയിൽ നാം ബദ്ധപ്പാടുകളോടുകൂടെ, തിരക്കുകളോടുകൂടെ നമ്മുടെ ജോലിയായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായാലും നാം വളരെ തിരക്കോടെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെ നോക്കി പറയുക: വേറിട്ടിരുന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക. ഇന്ന് പകൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിൽ വന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അറിയുന്ന ദൈവത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.